ഇതെന്താ ഒരു കുക്കറൊക്കെ ആയിട്ട് കപ്സ ബിരിയാണി ഇല്ലേ, കപ്സ ബിരിയാണി അതെങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാന്നാണ് ഇന്ന് നോക്കണത്. കുക്കറിലോ? അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ മഞ്ഞ കളറിലുള്ള അരി എടുത്താൽ മതി, അതാണ് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കുതിരട്ടെ. അരി എടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ അളന്നിട്ട് വേണം എടുക്കാൻ. ഞാൻ ഈ കപ്പ് കൊണ്ട് അളന്നിട്ടാണ് എടുത്തത്, 2 കപ്പ്. ഇനിയിപ്പോൾ കപ്പില്ലെങ്കിൽ ഗ്ലാസ്സോ പാത്രമോ എന്തളന്നാലും എന്തിരുന്നാലും അതുകൊണ്ട് അളക്കണം. എന്തിനാ അളക്കാൻ പറയുന്നത് ചോദിച്ചാൽ അപ്പോഴേ നമുക്ക് പാകത്തിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് അളക്കാൻ പറയുന്നത്. നമുക്കിനി ഇറച്ചൊന്ന് മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ അരിക്ക് 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിച്ചിരി വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ, കണ്ടില്ലേ. ഞാനിതിൽ 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. മസാലയിൽ ഇറച്ചിയിലൊക്കെ കുരുമുളക് പൊടി മുളകൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ച് എരിവൊക്കെ മതി. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇനി നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം. മസാല നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പെടുന്ന രീതിയിൽ പുരട്ടണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി കപ്സ ഉണ്ടാക്കാൻ കപ്സ മസാല, അതായത് അറബി മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ കപ്സ മസാല കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഞാൻ എന്തൊക്കെയാണ് ഇടുമ്പോൾ പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കാനുള്ള മസാലകളൊക്കെ അതിലിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് 1 ടേബിൾ സ്പൂണ് പെരുംജീരകം, പിന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം എന്ന് വെച്ചാൽ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി, 1 ടേബിൾ സ്പൂണ് പട്ട, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിക്കാത്തത്. നമുക്കിതിൽ ഒരു 10 ഉണക്കമുളക് പറഞ്ഞാൽ ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, അതാണ് 10 എണ്ണം ഇടുന്നത്. ഇനി നമുക്കിത് കത്തിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് വറുക്കുമ്പോൾ ചെറിയ തീ വെച്ച് വറുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ വേഗം വേകണതല്ലേ, അതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വറുക്കണം പറയുന്നത്. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ആവശ്യത്തിനുള്ള വറവായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇനി നമ്മളിപ്പോൾ വറുത്ത മസാലകളുടെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സിയിൽ ജാറിൽ വെച്ച് പൊടിച്ചു കൊണ്ടുവരാം. ഇതിലിടാക്കി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ മസാലയൊക്കെ ഇതേപോലെ നല്ല പൗഡർ പോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ച് ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ കുറേ കാലം ഇരിക്കും കേട്ടോ. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ എടുത്തിട്ടാൽ മതിയല്ലോ. ഇനി നമുക്ക് ഈ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. 2 തക്കാളി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അരി ഇറച്ചൊക്കെ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇറച്ചി ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഈ ഇറച്ചി പൊരിച്ചെടുക്കുന്നത് നമ്മുടെ കപ്സ ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മണമില്ലാത്ത ഓയിലാണ് ഇതിന് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഇറച്ചി ഓരോന്നായിട്ട് പെറുക്കിച്ച് കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ പൊരിക്കുമ്പോൾ നല്ല പൊരിയൊന്നും വേണ്ട, ഒരു 25% മാത്രം വെന്താൽ മതി. എന്നിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ഇട്ട് വേവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ്
25% വെന്താൽ മതി പറയുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇറച്ചി നമ്മൾ പറഞ്ഞ പോലെ ഒരു 25% വെന്തിട്ടുണ്ട്. അത് നമുക്കിനി കോരിയെടുക്കാം. ഇനി നമുക്കിതിലൊരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതൊരു മണത്തിനും ഒരു ടേസ്റ്റിനുമാണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് നന്നായിട്ട് ഉരുകി ചൂടായി വരട്ടെ. ഇനി നമുക്കിതിൽ ഒരു 4-5 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക കീറിയിട്ടിട്ട് കൊടുക്കാം. ഒരു ലേശം പട്ട, 1 ടീസ്പൂണ് മല്ലി, പച്ചമല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിനി അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പൊടിച്ച മസാല 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് മിക്സാക്കാം. അയ്യോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ പാത്രം കൊണ്ടാണ് ഞാൻ അരി എടുത്തത്. ഈ പാത്രം കൊണ്ട് തന്നെ ഞാൻ വെള്ളം അളന്നെടുത്തത്. 3 കപ്പ് വെള്ളം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നമുക്കിനി ഇതിൽ പാകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ നോക്കിയിട്ടിട്ടാൽ മതിയേ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി നമുക്കിതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നെക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും പുറത്ത് വരും. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരി ഇതിലേക്ക്, വെള്ളത്തിൽ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചി ഇതിൽ ഒന്നൊന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ 25% വേവിച്ച ഇറച്ചിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അരിയൊക്കെ ഒന്ന് മേലെ വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അരിയും ഇറച്ചിയും വെള്ളത്തിൽ മുങ്ങി കിടക്കേണ്ട രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ വിസിലിട്ട് കൊടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മക്കളെ, ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ തീയെ വെക്കാൻ പാടുള്ളൂ. നല്ല തീ വെച്ചാൽ അടിയിൽ കരിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ കപ്സ ബിരിയാണിയിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിൻ്റെ ഗ്യാസൊക്കെ പോണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം.
മക്കളെ നമ്മുടെ കപ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുക്കറിലത്തെ കാറ്റൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. അയ്യവാ, നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കാം. മെല്ലെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അരിയൊക്കെ പൊടിഞ്ഞു പോവും. നല്ല ചൂടാറിയതിന് ശേഷം നല്ല ഇളക്കിയാൽ മതി. ഇപ്പം കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റിക്കണ്, നല്ല ഇതിൽ വന്നിട്ടുണ്ട്. മക്കളെ, അങ്ങനെ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കിയ കപ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മസാല ഉണ്ടാക്കാൻ മാത്രമേ ഇച്ചിരി താമസമുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, വലിയ ആളുകൾക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.